ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. പുതിയൊരാഴ്ച തുടങ്ങുമ്പോൾ തന്നെ നിക്ഷേപകരുടെ നെഞ്ചിൽ തീയാണ്. കാരണം ലോകത്ത് നിലനിൽക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാണ്. അതായത് ഇസ്രായേൽ ഇറാൻ യുദ്ധം ശക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും ന്യൂസിൽ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇൻവെസ്റ്റേഴ്സ് നാളെ അല്ലെങ്കിൽ ഈ ഒരാഴ്ച കുറച്ച് നെഗറ്റിവിറ്റിയോടുകൂടി തന്നെ എക്സ്പെക്റ്റ് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. നമ്മുടെ വെള്ളിയാഴ്ച നമ്മുടെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നഷ്ടത്തോടു കൂടി തന്നെയാണ്. 169 പോയിൻ്റ് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും നമ്മുടെ ഇൻഡെക്സുകളുടെ ഒക്കെ തന്നെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും നെഗറ്റീവ് സൈഡ് തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ വീക്കിലി ബേസിൽ നിഫ്റ്റി ഏകദേശം 1.1% കറക്ഷനോട് കൂടിയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. നിഫ്റ്റി 500 ആയാലും നിഫ്റ്റി ബാങ്ക് ആയാലും എല്ലാ ഇൻഡെക്സുകളും പ്രധാനപ്പെട്ട നിഫ്റ്റി 200, 100, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് എല്ലാ ഓഹരികളിലും ഏകദേശം 1% മുകളിൽ ക്രാഷോടുകൂടി തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്. ആകെ നിഫ്റ്റി ഐ ടിയും നിഫ്റ്റി ഫാർമയും മാത്രമാണ് കുറച്ചൊരു പോസിറ്റിവിറ്റി കാണിച്ചത്. നമ്മുടെ ഡേ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ടി ഇൻഡെക്സ് 200 ഡേ മൂവിങ് ആവറേജിന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. പെർസിസ്റ്റൻ്റ്, അതുപോലെയുള്ള TCS, ചില ഓഹരികൾ മഹീന്ദ്ര, LTI മഹീന്ദ്ര, ഇങ്ങനെയുള്ള ഓഹരികളൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. IT സെക്ടർ നോക്കണമെന്നുള്ളത് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു വാറിൻ്റെ സിറ്റുവേഷനിൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ എല്ലാവരും തന്നെ നെഗറ്റീവാണ്. നമ്മളെ അടുത്ത ആഴ്ച റൂൾ ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും ഈ ഒരു ഇവൻ്റ് തന്നെയായിരിക്കും. വാർ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഇവൻ്റായിട്ടുള്ളത്. എത്രമാത്രം അത് കുറച്ചു കൊണ്ടുവരാൻ പറ്റുമോ, അതിൻ്റെ ഇഫക്റ്റ് എത്രമാത്രം കുറച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് സൈഡിലേക്ക് പോകാനുള്ള കാരണം. മറ്റു പല ഇവൻറ്റുകളുമുണ്ട്. ഈ ആഴ്ച നമുക്ക് ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട് ബുധനാഴ്ച. അതുപോലെ തന്നെ പല സെൻട്രൽ ബാങ്കുകളുടെയും റേറ്റ് ഡിസിഷൻ വരാനുണ്ട്. പക്ഷേ അതിനൊക്കെ പുറമെ G7 രാജ്യങ്ങളുടെ ഉച്ചകോടി ഇന്ന് കാനഡയിൽ നടക്കുകയാണ്. അതിലൊക്കെ തന്നെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമാധാന നീക്കവുമായിട്ട് രാജ്യങ്ങൾ വരികയാണെങ്കിൽ അതിനൊക്കെ തന്നെ ഇമ്പാക്റ്റ് ഈ മാർക്കറ്റിലുണ്ടാകും. അതേസമയം ക്രൂഡിൻ്റെ വില $71 മുകളിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഇറാനെ വീണ്ടും ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാണ് ഇസ്രായേൽ. അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിൻ്റെ ഇറാൻ്റെ കയ്യിലുള്ള ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് ഹമോസ് കടലിടുക്കാണ്. ഇന്ത്യയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ മൊത്തം എണ്ണവിപണിയുടെ ഒരു മേജർ പോർഷൻ നടക്കുന്ന ഒരു കടലിടുക്കാണിത്. പേർഷ്യൻ കടലിടുക്കിൻ്റെ ഒരു കവാടം എന്നറിയപ്പെടുന്നു. ആ ഒരു കടലിടുക്ക് ഇറാൻ ഏതെങ്കിലും തരത്തിൽ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലേക്കുള്ള എണ്ണയുടെ കടന്നുവരവിന് വലിയ രീതിയിൽ അത് വിഘാതം സൃഷ്ടിക്കും. അതിൻ്റെ ഭാഗമായിട്ട് എണ്ണവില അന്താരാഷ്ട്ര വിപണിയിൽ കത്തിക്കയറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതാണ് ഇന്ത്യക്ക് നോട്ടമാവുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഒരു രാജ്യമെന്ന നിലയിൽ നമ്മുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഈ രണ്ട് രാജ്യങ്ങളുമായിട്ടും ന്യൂട്രലാണ്. ഇസ്രായേലായാലും അതുപോലെ തന്നെ ഇറാനായാലും. ഇസ്രായേലിനെ വിളിച്ച് സംസാരിച്ചു എന്ന് മീഡിയ റിപ്പോർട്ടുകൾ പറയുന്നത് നമ്മുടെ വിദേശകാര്യ മിനിസ്റ്റർ. അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ടും നമുക്ക് ബന്ധങ്ങളാണുള്ളത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പൊസിഷൻ ന്യൂട്രലാണ്. പക്ഷേ ഇന്ത്യയിലേക്കുള്ള നമ്മളൊരു നെറ്റ് ഇമ്പോർട്ടർ എന്ന നിലയിൽ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഏറ്റവും വലിയ ഇമ്പോർട്ട് നടക്കുന്നതാണ് ക്രൂഡ് ഓയിൽ. അപ്പോൾ അവിടെ പ്രശ്നം വരിക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ്, ഇന്ത്യയുടെ GDP, ഇന്ത്യയുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ തന്നെ മറ്റുള്ള കമ്പനികളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനൊക്കെ തന്നെ വലിയ രീതിയിൽ എസ്കലേറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ക്രൂഡ് ഓയിലാണ് ഏറ്റവും വലിയ വിഷയം. ഏതെങ്കിലും തരത്തിൽ ഹമൂസ് കൊറിഡോറിലേക്ക് ഇറാൻ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കത് ഏറ്റവും വലിയ എടിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന നിഫ്റ്റി എന്ന് പറയുന്നത് 24,718 ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലല്ല. നേരെ മറിച്ച് നമ്മൾ 24,450 താഴെ 450 വരെ പോയിട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ഒരു റിക്കവറിയോട് കൂടിയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥ, ഈ വീക്കെൻഡിൽ നടന്നിരിക്കുന്ന വാറുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥ തീർച്ചയായിട്ടും നാളെ നെഗറ്റീവ് ഓപ്പണിങ്ങിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം ക്രൂഡിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റം അതും ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാഭാവികമായിട്ടും സ്വാധീനിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഡാറ്റ പോയിൻ്റ് എന്ന് പറയുന്നത് FIIസിൻ്റെ ഡാറ്റ വെള്ളിയാഴ്ചയും നെഗറ്റീവാണ്. FIIs 1263 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3041 കോടി രൂപയുടെ വാങ്ങലുകളാണ് നടത്തിയിരിക്കുന്നത്. FIIസിൻ്റെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എല്ലാ സെഗ്മെൻറ്റിലും അവർക്ക് നെഗറ്റീവ് പൊസിഷനാണ്. FIIസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷനിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും നെഗറ്റീവ് ടെറിട്ടറിയിലാണ് FIIs ഉള്ളത്.
അതുകൊണ്ട് തന്നെ FIIസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വാങ്ങലുകൾ ഈ അടുത്ത കാലത്ത് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ രണ്ട് കാര്യമാണുള്ളത്. ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ കട്ടാണ്. ട്രേഡേഴ്സ് എത്ര കണ്ട് പൊസിഷൻസ് ലൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ, എത്ര കണ്ട് പൊസിഷൻസ് നില്ല് ചെയ്ത് നിൽക്കാൻ പറ്റുമോ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് ടേം കമ്മിറ്റ്മെൻറ്റോട് കൂടി വാങ്ങിയിരിക്കുന്ന പൊസിഷൻസ് കവർ ചെയ്യുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. മറ്റൊന്ന് നെഗറ്റീവ് ടെറിട്ടറി. ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ട് നമ്മളിപ്പോഴും ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് പോയിട്ടില്ല. 23,900 താഴെ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഡാറ്റ അനുസരിച്ച് നോക്കുന്ന സമയത്ത് ജൂൺ സീരീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് അടുത്ത സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 24,400 തന്നെയാണ്. 24,450, 400. ഈ വെള്ളിയാഴ്ചയും നിഫ്റ്റി അവിടെ വരെ പോയിട്ടാണ് തിരിച്ചു വന്നത്. നമ്മുടെ ഈ അടുത്ത റാലി തുടങ്ങിയിരിക്കുന്നതും 24,400, 450 റേഞ്ചിലാണ്, മെയ്യിൽ ഏകദേശം. അവിടെ നിന്നാണ് നമ്മൾ ജൂൺ ഈ ഒരു 26,000 വരെ, 26,200 വരെയെങ്കിലും 25,200 വരെയെങ്കിലും നമ്മൾ പോയത്. അതിനുശേഷം അതേ ലെവലിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ആ ഒരു ലെവൽ നിഫ്റ്റി റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് വേണം പറയാൻ. 24,450 to 500 നമ്മുടെ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട സപ്പോർട്ട്സ് ആണെന്നുള്ളത്. നാളെ ഈ ഒരു നെഗറ്റീവ് ടെറിട്ടറി ഉള്ളതുകൊണ്ട് തന്നെ അതിന് താഴെ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയ്ക്ക് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത് 24,200. അതുപോലെ ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ട് നെഗറ്റീവ് ആവേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് 23,900 താഴെയുള്ള നിഫ്റ്റിയുടെ ക്ലോസിംഗ് ആണ്. അവിടെ ചെറിയ നെഗറ്റീവ്സ് വരാൻ സാധ്യതയുണ്ട്. കുറച്ച് സമയത്തേക്കെങ്കിലും ഇൻഡെക്സ് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം നിങ്ങളുടെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നല്ല സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാനുള്ള അവസരം ആ ഒരു സമയത്തോടു കൂടി വരും. അവിടെ നമുക്ക് എക്സിറ്റ് ചെയ്ത് ഈ ഒരു അവസരത്തിൽ എക്സിറ്റ് ചെയ്ത് മാറാൻ ഞാൻ ഇപ്പോഴും പറയുന്നില്ല. അതേസമയം നിങ്ങൾക്ക് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്ത് വെക്കാം. അതായത് നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് സെല് ചെയ്തിടാം, അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻസ് മേടിച്ചിട്ട് പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യാവുന്നതാണ്. അല്ലാതെ നമുക്ക് എല്ലാം വിറ്റിട്ട് ഓടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും 1-2 ദിവസത്തിനുള്ളിൽ ഒരു മധ്യസ്ഥ ശ്രമം ഏതെങ്കിലും ഭാഗത്തുനിന്ന് വരും എന്നുള്ളത് തന്നെ സംശയമില്ല. കാരണം ഇത് ഒരു അവസാനിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നയതന്ത്ര ചർച്ച ഇറാനുമായിട്ടോ ഇസ്രായേലുമായിട്ടോ ഒക്കെ തന്നെ നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെയുള്ള വാറുകളൊക്കെ നടന്നത് ഈ അടുത്ത കാലത്തായിട്ട് നടന്നിരിക്കുന്ന വാറുകളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിപ്പം ഇസ്രായേൽ ഹമാസ് ആയിട്ടുള്ള യുദ്ധം, അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ, ഇങ്ങനെയുള്ള 2-3 യുദ്ധങ്ങൾ നമ്മൾ ഒരു വർഷത്തിനിടയിൽ നമ്മൾ കണ്ടു, 1-1.5 വർഷത്തിനിടയിൽ കണ്ടു. ഇതിലൊക്കെ തന്നെ മാർക്കറ്റ് ഷോർട്ട് ടേമിലേക്ക് വളരെ വോളറ്റൈലായിരുന്നു. യുദ്ധം നടക്കുന്ന സമയത്ത് വളരെ വോളറ്റൈലായിരുന്നു. അതേസമയം ആ യുദ്ധത്തിൻ്റെ സമാധാന ശ്രമം ഒരു തരത്തിൽ ഗ്രീൻ സിഗ്നൽ വരുന്നതോടുകൂടി മാർക്കറ്റ് എത്ര കണ്ട് താഴോട്ട് വന്നോ അതിനേക്കാൾ ഡബിൾ സ്പീഡിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ വാറുകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഇപ്പോൾ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും മാർക്കറ്റ് നല്ല രീതിയിൽ റിക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. റഷ്യ ഉക്രൈൻ നടന്ന സമയം പിന്നീട് അതൊരു വാർത്തയല്ലാതായി മാറി. ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും മാർക്കറ്റ് റാലി നടക്കുന്ന സമയമുണ്ടായിരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉണ്ടായിരുന്ന സമയത്തും വളരെ നല്ല രീതിയിൽ മാർക്കറ്റ് റാലി ചെയ്യുന്നതായിട്ട് കണ്ടു. പിന്നെ ഒരു തരത്തിൽ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തു, പിന്നീട് അതിന് ശേഷം മാർക്കറ്റ് എസ്കലേറ്റ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ ഈ യുദ്ധത്തിനും അടുത്ത് തന്നെ ഒരു നയതന്ത്ര തലത്തിലൊരു ചർച്ചയുണ്ടാകും, അതിനൊരു സമാധാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതോടുകൂടി മാർക്കറ്റ് തിരിച്ചു കയറും. അതേസമയം Q4 റിസൾട്ടുകൾ ഞാൻ ഇന്നലെ ഒരു ഡീറ്റെയിൽ അനാലിസിസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് പ്രത്യേക വീഡിയോകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പറയാനുള്ളത്, ഈ ഒരു Q4 റിസൾട്ടോട് കൂടി നമുക്ക് പല സ്റ്റോക്കുകളിലും നല്ല സ്റ്റോക്കുകൾ, നല്ല കമ്പനികൾ വാല്യുവേഷൻ വൈസ്, അതായത് അവർ നല്ല റിസൾട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. ക്വാർട്ടർലി ബേസിലായാലും ശരി, ഇയർ ഓൺ ഇയർ ബേസിലായാലും നല്ല റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ FIIസിൻ്റെയോ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയോ കണ്ണ് പതിയാത്ത ചില ഓഹരികൾ, അല്ലെങ്കിൽ അധികം അവരുടെ എക്സ്പോഷർ ഇല്ലാത്ത ഓഹരികൾ നല്ല വാല്യുവേഷൻസിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഈ ഒരു അവസരത്തിൽ ഡിപ്പ് കൂടി വരികയാണെങ്കിൽ ചില സ്റ്റോക്കുകളിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് റിക്കവർ ചെയ്യുന്ന സമയത്ത് ഒരു 6 മാസത്തെയെങ്കിലും 6 to 8 മാസത്തെയെങ്കിലും പ്രോസ്പെക്റ്റീവിലെങ്കിലും നിങ്ങൾ മിനിമം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് റിക്കവർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഓഹരികളിൽ ഒരു മുന്നേറ്റം കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ എന്ന നിലയിൽ, ഒരു ട്രേഡറല്ല ഞാൻ പറയുന്നത്, ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരവസ്ഥയല്ല ഇതെന്നുള്ളത്. ഏകദേശം ഇതെൻ്റെ ഒരു 22-23 വർഷത്തിന് ഉള്ളതാണ്. അതായത് ഞാൻ ഏകദേശം മാർക്കറ്റിൽ വന്നിട്ട് 2002-2003 കാലഘട്ടങ്ങളിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മുതൽ വന്ന് തുടങ്ങിയതാണിത്.
അപ്പോൾ ഏകദേശം ഇത്രയും വർഷം 20 വർഷത്തിന് മുകളിലായിരിക്കുന്നു ഇങ്ങനെയുള്ള പല ക്രാഷുകളും നമ്മൾ കണ്ടു. 2008 ലീമാൻ ബ്രദേഴ്സിൻ്റെ ക്രാഷ്, ഇങ്ങനെയുള്ളതൊക്കെ ബാക്കി അതിന് മുന്നുള്ളതൊക്കെ വാർത്തകളിലൂടെ കേട്ടിട്ടും വായിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള അറിവാണുള്ളത്. അതിനുശേഷം നമ്മൾ ഒരുപാട് ടിപ്സ് കണ്ടു. ഇതിനൊക്കെ ശേഷം മാർക്കറ്റ് അറ്റ് ലാസ്റ്റ് ഒരു ചിയറാണ് തന്നിട്ടുള്ളത്. ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും ഒരു ചിയർഫുൾനെസ് ആണ് തന്നിട്ടുള്ളത്. അത് ഒരിക്കലും മറക്കാതിരിക്കുക. ഇതും കടന്നു പോകും. മാർക്കറ്റ് ഈ ഷോർട്ട് ടേമിൽ വളട്ടയിലായിരിക്കും. ഈ അവസരം മുതലെടുക്കാനുള്ള ഒരവസ്ഥയായിട്ട് എടുക്കുക. അതിനുശേഷം മാർക്കറ്റ് റിക്കവർ ചെയ്യുമെന്നുള്ള വിശ്വാസം മനസ്സിൽ ദൃഢമായിട്ട് പറഞ്ഞുറപ്പിക്കുക. ദിവസവും പോർട്ട്ഫോളിയോ നോക്കിയിട്ട് നമ്മൾ ഒരു റെഡ്നെസ് കണ്ടിട്ട് പേടിച്ചോടാക്കാതിരിക്കുക. അപ്പോൾ ബി ഓപ്റ്റമിസ്റ്റിക്, ഷുവർലി മാർക്കറ്റ് വിൽ റിവാർഡ് യു എന്ന കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഷോർട്ട് ടേമിൽ ലെവലുകൾ നോക്കാം. 24,450 ഒരു ക്രൂഷ്യൽ സപ്പോർട്ടാണ്. അതേസമയം 24,200 ഒരു മേജർ സപ്പോർട്ട് ഈ ആഴ്ചയിലേക്കുള്ളത്. അതേസമയം 24,900 താഴെയാണ് നിഫ്റ്റി ഒരു നെഗറ്റീവ് ഡയറക്ഷൻ ടെറിട്ടറിയിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളത്. അപ്സൈഡിലേക്ക് 24,750 ടു 24,850 ഒരു മേജർ റെസിസ്റ്റൻസ് പോയിൻ്റാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട്. 25,150 മുകളിൽ മാത്രമാണ് നിഫ്റ്റിക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻറ്റിനുള്ള സാധ്യതയുള്ളത്. ഡെറിവേറ്റീവ് ഡാറ്റയും നടക്കുന്ന അല്ലെങ്കിൽ ഡെറിവേറ്റീവ് റേഷ്യോസും നൽകുന്ന ഇൻഡിക്കേഷൻ അതാണ്. 25,150 മുകളിൽ മാത്രമാണ് നിഫ്റ്റിക്ക് ഒരു പ്രധാനപ്പെട്ട റാലിക്കുള്ള സാധ്യതയായിട്ട് ഇനി നമുക്കൊരു റിവേഴ്സൽ എന്ന് പറയാനുള്ള സാധ്യതയായിട്ട് പറയാനുള്ളൂ. ഇനി നമുക്ക് മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോകാം. അതിലേക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. അത് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ സ്വിംഗ് ഈസ് കിങ് ഞാൻ തന്നെ നേരിട്ട് മാനേജ് ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ്. അതുപോലെ തന്നെ മാർക്കറ്റ് മാഗ്നറ്റ്, അവിടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് അഡ്വൈസറി സർവീസുകൾക്കായിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഫ്രീ അപ്ഡേറ്റ്സുകളും ന്യൂസ് അപ്ഡേറ്റ്സുകളും ഒക്കെ തന്നെ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ സൂക്ഷിക്കാം. വളരെ ക്രൂഷ്യലായിട്ടുള്ള ബ്രോഡ്കാസ്റ്റ് മെസ്സേജസും അതുപോലെ തന്നെ റിസർച്ച് നോട്ട്സുകളൊക്കെ തന്നെ നിങ്ങൾക്ക് അതിലൂടെ ലഭ്യമാകും. ടെലിഗ്രാം ചാനലിലും ലഭ്യമാകും. അതിനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കൊരു അഡ്വൈസറി ആവശ്യമായിട്ട് വരാം. ഇങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ മാർക്കറ്റിൽ ഒരു ഗൈഡൻസ് ആവശ്യമായിട്ട് വരാം. അതിന് ഈ സമയത്ത് ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകളൊക്കെ തന്നെ വളരെ നോർമലായിട്ടുള്ള ഒരു എമൗണ്ടിലാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു എമൗണ്ട് ആയിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഫോർഡബിൾ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സെബിയുടെ റൂളുകൾക്കനുസരിച്ചും റെഗുലേഷൻസിനനുസരിച്ചും മാത്രമാണ് ഞങ്ങൾക്ക് പ്രവർത്തിക്കുന്നത്. അതിന് അനുമതിയായിട്ട് എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെയാണ് വളരെ നോമിനലായിട്ടുള്ള എമൗണ്ട് തന്നെയാണ്. മറ്റുള്ള അഡ്വൈസസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഒരാളിലേക്കെങ്കിലും വീഡിയോ പുതുതായിട്ട് എത്തിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കുന്നു. കാരണം അതാണ് ഞങ്ങളുടെ ഒരു മോട്ടിവേഷൻ. നിങ്ങൾക്ക് ഒരാൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കോ ഇത് എത്തിച്ചു എന്നുള്ള ഉറപ്പ് വരുത്തുക എന്നുള്ള വഴിയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ തരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോകാം. ഓക്കെ, ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അധികം ഞാൻ പറയുന്നില്ല. കാരണം ഈ ആഴ്ചത്തെ മാർക്കറ്റ് ബിഹേവിയർ നിങ്ങൾക്കും ഏകദേശം ഊഹിക്കാവുന്നതാണ്. ഡേ വൈസിൽ ഞാൻ പോഡ്കാസ്റ്റ് വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കുറച്ച് സ്റ്റോക്കുകളിലുള്ളത് ഒന്ന്, ഇന്ത്യയിലെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ RBI ഗവർണർ നൽകിയ ബൂസ്റ്റർ ഡോസൊക്കെ ഇപ്പോൾ ജനങ്ങൾ മറന്ന പോലെയാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു റേറ്റ് കട്ട് വന്നു. കൺസ്യൂമർ സ്പെൻഡിങ്ങും ഡിസ്ക്രിഷണറി ഇൻകം ഒക്കെ തന്നെ കൂടാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റ് എക്കോണമിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ യുദ്ധം താൽക്കാലികമാണ്, അത് കഴിയും. അതിനുശേഷവും എക്കോണമിയിൽ വന്നിരിക്കുന്ന ഈ ഒരു ബൂസ്റ്റർ ഡോസിൻ്റെ ഇഫക്റ്റ് നിലനിൽക്കുക തന്നെ ചെയ്യും. അങ്ങനെ നോക്കുന്ന സമയത്ത് പല കൺസ്യൂമർ സെക്ടർ ഇൻഡസ്ട്രീസ്, അതായത് കൺസ്യൂമർ സ്പെൻഡിങ് വരാൻ സാധ്യതയുള്ള അഫോർഡബിൾ ഹൗസിങ്, റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ FMCG കമ്പനികൾ, ഇവരൊക്കെ തന്നെ അടുത്ത ദീപാവലിയോടുകൂടി വീണ്ടും ഒരു ഹൈയിലേക്ക് മാർക്കറ്റ് വരാം എന്നുള്ള പ്രതീക്ഷയാണ്. അത് ഞാനൊരിക്കലും സെർട്ടണിറ്റി പറയുകയല്ല. സോ ആ ഒരു ബൂസ്റ്റർ ഡോസൊക്കെ അവിടെ കിടപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന ടാക്സ് കട്ടും ഒക്കെ തന്നെ നമ്മൾ മറന്നു പോകരുത്. അപ്പം അങ്ങനെ ഒരു കമ്പനിയുടെ കോൺകോളിൽ വരുന്ന സമയത്ത് ലേറ്റൻറ്റ് വ്യൂ അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഡാറ്റ അനലിറ്റിക്സ് കമ്പനിയാണ്. അപ്പോൾ ലേറ്റൻറ്റ് അനലിറ്റിക് വ്യൂസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലേറ്റൻറ്റ് വ്യൂ അനലിറ്റിക്സ് എന്ന് പറയുന്ന കമ്പനി ഒരു ഡാറ്റ അനലിറ്റിക്സ് കമ്പനിയാണ്. ഇവരുടെ ക്ലയൻറ്റ് ഏകദേശം 70 to 80%, 85 to 95% ആണ് കമ്പനി പറയുന്നത്.
ക്ലയൻസ് ഒക്കെ തന്നെ റിന്യൂ ചെയ്യുന്നു ഇവരുടെ സർവീസ്. പ്രത്യേകിച്ചും ഡാറ്റ അനലിറ്റിക്സ് സർവീസും മറ്റ് ക്ലയൻറ്റ് സർവീസുകളാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. IT കമ്പനികളും കൺസ്യൂമർ കമ്പനികളും പല ഡാറ്റ സർവീസ് നടത്താൻ വേണ്ടിയിട്ടും പല ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടും ഈ കമ്പനിയെ ആശ്രയിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. സോ ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആണ്. 40ഓളം ഫോർച്യൂൺ കമ്പനീസ്, 500ഓളം ക്ലയൻസുകൾ ഇവർക്കുണ്ട്. അതും ഇൻഡസ്ട്രിയിലെ തന്നെ ടോപ്പ് ക്ലയൻസാണ് ഇവരുടേതായിട്ട് വരുന്നത്. സോ നല്ലൊരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ നേറ്റീവ് കമ്പനീസാണ് ഇവരുടെ ബാക്കപ്പ് ഉള്ളത്. സോ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നുന്നു. ഈ കമ്പനിയുടെ കോൾ അറ്റൻഡ് ചെയ്തപ്പോഴും അവരുടെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ കേട്ടപ്പോഴും ലേറ്റൻറ്റ് വ്യൂ അനലിറ്റിക്സ് എന്ന് പറയുന്ന കമ്പനി എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി. അവരുടെ പ്രസൻസ്, കാരണം ഒരു ഏർലി എമർജിങ് സെക്ടറാണ്. പല കമ്പനികൾക്കും ഇപ്പോൾ ആവശ്യം ഡാറ്റയും ഡാറ്റ സർവീസും ഒക്കെയാണ്. നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് തന്നെ നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് അത് സജഷൻ വരുന്നതാണെന്നില്ലേ, അതുപോലുള്ള പല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയും കൺസ്യൂമർ സർവേകളും പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ലോഞ്ച് ചെയ്യുമ്പോഴുള്ള പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സർവേകളും ഡാറ്റ അനലിറ്റിക്സും ഒക്കെ നടത്തുന്ന ഇങ്ങനെയുള്ള കമ്പനികളാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ ലേറ്റൻറ്റ് വ്യൂ അനലിറ്റിക്സ് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. ഒരു 400, 450, 470 റേഞ്ചിലൊക്കെ തന്നെ വരാൻ സാധ്യതയുണ്ട് അടുത്ത ഒരു പുൾ ബാക്കിൽ. പക്ഷേ ഓർമ്മിക്കുക, ഈ ഒരു പ്രത്യേക സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഓരോ ഡിപ്പിലും എൻ്റർ ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. പിന്നീട് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ജെഫ്രീസിൻ്റെ ഒരു റിപ്പോർട്ടാണ്. റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കറിയാം റേറ്റ് കട്ട്, ഞാൻ നേരത്തെ പ്രതിപാദിപ്പിച്ച റേറ്റ് കട്ടുമായിട്ട് തന്നെ ഇതിന് ബന്ധമുണ്ട്. പ്രീ സെയിൽസ് ഗ്രോത്ത് പല കമ്പനികളുടെയും 5%-എങ്കിലും വർധനവുണ്ട്. അതായത് അവർക്ക് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പ്രീ സെയിൽസ് നടത്തുകയാണ് ചെയ്യുന്നത്. അതുവഴി കമ്പനികൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് കിട്ടുന്നു. ഡിപ്പെൻഡൻസ്, അതായത് പുറത്ത് ലോണുകൾക്കോ മറ്റോ ഉള്ള ഡിപ്പെൻഡൻസ് കുറയുന്നു എന്നുള്ളതാണ്. 5% കൂടുതലാണ് പ്രീ സെയിൽസ്. പല കമ്പനികളുടെയും 5% മുകളിലാണ്. കഴിഞ്ഞ വർഷവുമായിട്ട് നോക്കുന്ന സമയത്ത് 20%-എങ്കിലും മുകളിലാണ് പ്രീ സെയിൽസ് ഡാറ്റ പല കമ്പനികളും റിപ്പോർട്ട് ചെയ്യുന്നത്. Q1 പല കമ്പനികളും നല്ല Q1 ലോഞ്ചസ് വരുന്നുണ്ട്. അതും അവരുടെ ഈ ഒരു 2025-26 സാമ്പത്തിക വർഷത്തെ ഗൈഡ് ലൈൻസ് വളരെ സൂപ്പറായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. റേറ്റ് കട്ട് ഈ പറയുന്ന പോലെ അതിനൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. റേറ്റ് കട്ട് കൂടി വന്നതോടുകൂടി ആളുകൾ കൂടുതലായിട്ട് അഫോർഡബിൾ ഹൗസിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. സോ പല പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളും മീൻസ് ഫണ്ടുകളൊക്കെ തന്നെ അതിൻ്റെ NAV ഒക്കെ തന്നെ അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ്. സോ DLF ഇതൊക്കെ നമ്മുടെ പ്രിഫേർഡ് പിക്കാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെക്ടറിലൊരു ഓവർ ഹീറ്റ് നടക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇൻസിഡൻസ് ഉണ്ടാകുന്ന സമയത്ത് സ്റ്റോക്ക് കറക്ഷന് വിധേയമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ബോംബെ ബേസ്ഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനി ആയിട്ടുള്ള വെല്ലൂർ എസ്റ്റേറ്റ്, പണ്ടത് DB റിയാലിറ്റി ആയിരുന്നു. DB റിയാലിറ്റി, അതുപോലെ തന്നെ DLF നമ്മുടെ ഒരു 1000 rupees ടാർഗറ്റ് വെച്ചുകൊണ്ടായിരുന്നു നല്ല രീതിയിലുള്ള റിട്ടേൺ വന്നിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി സജസ്റ്റ് ചെയ്ത സ്റ്റോക്കായിരുന്നു. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിൽ DB റിയാലിറ്റി, അതുപോലെ തന്നെ ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെ ഡിപ്സിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ഒരു 1-1.5 വർഷത്തേക്ക് ഈ ഒരു റേറ്റ് കട്ടിൻ്റെ ഇമ്പാക്റ്റ്, ബഡ്ജറ്റിൽ കൊടുത്തിരിക്കുന്ന ടാക്സിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ തന്നെ കമ്പനികൾ എൻകാഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ക്വാളിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികളിലേക്ക് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. ഗോദ്രേജ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ വെല്ലൂർ എസ്റ്റേറ്റ്, DB റിയാലിറ്റി, അതുപോലെ തന്നെ DLF ഓൾറെഡി നല്ല രീതിയിൽ റൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പല സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, ഇങ്ങനെയുള്ള റീജിയണൽ ബേസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെയും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ കഴിഞ്ഞ Q4 റിസൾട്ടുകൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു റീബൗണ്ട് കാണിക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് കെമിക്കൽ ഇൻഡസ്ട്രിയാണ്. കെമിക്കൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ കെമിക്കൽ സെക്ടർ 1-2 വർഷമായിട്ട് മ്യൂട്ടായിരുന്നു. നമുക്കറിയാം 2021 ശേഷം ആ ഒരു China +1 സ്ട്രാറ്റജി, കോവിഡിന് ശേഷം കെമിക്കൽ സെക്ടർ അധികം ഒരു ചെറിയ റാലി കിട്ടി. അതിന് ശേഷം 2022 മുതൽ ഇങ്ങോട്ട് അധികം പെർഫോം ചെയ്യാത്തൊരു സെക്ടറായിരുന്നു കെമിക്കൽ സെക്ടർ. പക്ഷേ ക്ലോസ് ആയിട്ട് റിസൾട്ട് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി നടക്കുന്നു. പല കെമിക്കൽ സ്റ്റോക്കുകളിലും ഒരു സ്ട്രോങ് പുൾ ബാക്ക് ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഏർലി അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ ഏർലി ബേർഡ് എന്ന രീതിയിൽ ടാറ്റ കെമിക്കൽ, അതുപോലെ തന്നെ നവീൻ ഫ്ലൂറിൻ, PI ഇൻഡസ്ട്രീസ്, SRF ഇങ്ങനെയുള്ള സെഗ്മെൻറ്റുകളിൽ നമ്മളൊരു ബൈ കോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അഡ്വൈസറി സർവീസിൽ. എല്ലാം തന്നെ സക്സസ് ആയിരുന്നു. ടാറ്റ കെമിക്കൽ നല്ല രീതിയിലുള്ള മൊമെൻറ്റം കിട്ടി. SRF, അതുപോലെ തന്നെ PI ഇൻഡസ്ട്രീസ്, ഈ പറയുന്ന നമുക്കിപ്പോഴും ഹോൾഡിങ്സ് ഉണ്ട്. റെയിൻ ഇൻഡസ്ട്രീസ് നമ്മുടെ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മളിപ്പോഴും ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ് റെയിൻ ഇൻഡസ്ട്രീസ്. പക്ഷേ ഈ ഒരു സ്പെസിഫിക് സ്പേസിൽ ചെറിയൊരു നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ടെങ്കിലും കെമിക്കൽ സ്പേസിൽ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറിയാണ്. കെമിക്കൽ സെക്ടറിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ്, അത് തന്നെ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഈ ഒരു ഡിപ്പിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. കെമിക്കൽ സെക്ടർ ഒന്ന് വാച്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടർ ഈസ് ഓവർ ഹീറ്റഡ് എന്ന് ഞാൻ പറയും. കുറച്ചുകൂടി വാല്യൂഷൻ വൈസ് കുറച്ച് ഓടി റണ്ണായി തളർന്നിരിക്കുകയാണ് സെക്ടർ. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ മാത്രമാണ് ബൈ. ഈ Q4 കൂടി വന്നതിന് ശേഷം പല സെക്ടറും അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന കാര്യം ഇതാണ്.
സെക്ടർ പോസിറ്റീവ് ആണെങ്കിലും പക്ഷേ എല്ലാ സ്റ്റോക്കുകളും അതിലത് പോസിറ്റീവ് അല്ല. ഇത് ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു 20 കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ 1, 2, 3 കമ്പനികൾ മാത്രമേ നമുക്കിപ്പോൾ വാങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് വരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ റിസൾട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ പല ആംഗിളിൽ നിന്നും അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു ലെവലായിട്ട് തോന്നുന്നില്ല, ഒരു ഇൻവെസ്റ്റബിൾ പൊസിഷനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ കെമിക്കലിലും എല്ലാ കമ്പനികളും കെമിക്കലിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റില്ല. ഒരു അനാലിസിസിൻ്റെ ഭാഗത്ത് പല സെക്ടർ വൈസ് പല ആംഗിളിൽ നോക്കുന്ന സമയത്ത് ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി കാണുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അതേസമയം ഒരു ഫണ്ടമെൻ്റൽ സ്റ്റോക്ക് ഈ ഒരു ഡിപ്പിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് ഞങ്ങൾ ഓൾറെഡി നമുക്ക് നമ്മുടെ അഡ്വൈസറി സർവീസിൽ നമുക്ക് പൊസിഷനുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. പക്ഷേ അതിൽ നമ്മൾ അഡ്വൈസ് ചെയ്തതിനേക്കാൾ താഴെ വരാം ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻസിൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അഡ്വൈസറി സർവീസിലുള്ളവർക്കും അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർക്കും പുതുതായിട്ട് പൊസിഷൻസ് എടുക്കാൻ പറ്റുന്ന ലോങ് ടേമിലേക്കെങ്കിലും ഒരു 1 ഇയർ പെർസ്പെക്റ്റീവിലെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയായിട്ടാണ് ഇതിനെ കാണുന്നത്. കമ്പനി കൽപ്പത്തരു പ്രൊജക്ട്സ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ഏകദേശം 1150 താഴെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 1400, 1350, 1400 വരെയെങ്കിലും ഈ സ്റ്റോക്ക് പോകണമെന്നുള്ളതാണ്. കാരണം അതിനുള്ള ഫണ്ടമെൻ്റൽ വാല്യൂ ഇതുണ്ട്. ഈ സ്റ്റോക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് EPC കമ്പനിയാണ്. നമ്മുടെ പവർ പ്രൊജക്റ്റ് കമ്പനികളൊക്കെ തന്നെ അനലൈസ് ചെയ്യുന്ന സമയത്ത് EPC കമ്പനികളുടെ റിസൾട്ടൊക്കെ പോസിറ്റീവായിരുന്നു. നല്ല രീതിയിലുള്ളൊരു ബാക്കപ്പ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ നിന്നുള്ള കമ്പനിയാണ് കൽപ്പത്തരു പ്രൊജക്ട്സ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഒരു EPC കമ്പനിയാണ്. IT, പവർ ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ, ബിൽഡിംഗ്, ഫാക്ടറി, വാട്ടർ സപ്ലൈ, ഇറിഗേഷൻ, റെയിൽവേ, ഓയിൽ ആൻഡ് ഗ്യാസ് പൈപ്പ് ലൈൻ, അർബൻ മൊബിലിറ്റി, അതുതന്നെ ഫ്ലൈ ഓവേഴ്സും മെട്രോ ട്രെയിലൊക്കെ ഉണ്ടാക്കുന്ന, ഹൈവേസ് ആൻഡ് എയർപോർട്ട്സ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. EPC കോൺട്രാക്ട് രംഗത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് കമ്പനി എന്ന് നമുക്ക് പറയാം. ഹൈവേസ് ആൻഡ് എയർപോർട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവർ ഏകദേശം 30 രാജ്യങ്ങളിലായിട്ട് ഈ കമ്പനി പരന്നു കിടക്കുകയാണ്. 75 രാജ്യങ്ങളിലേക്ക് ഗ്ലോബൽ ഫുൾ പ്രിൻറ്റ്സ് ഇവർക്കുണ്ട്. 30 രാജ്യങ്ങളിലായിട്ട് ഇവർക്ക് ഇപ്പോൾ എക്സിക്യൂട്ടീവ് പ്രൊജക്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 75 രാജ്യങ്ങൾക്കായിട്ട് ഇവർക്ക് പ്രസൻസ് ഉണ്ടെന്നുള്ളതാണ്. ഏകദേശം 2025 മൊത്തം ഓർഡർ ബുക്ക് 25,475 കോടി രൂപയുടെ ഓർഡർ ബുക്കാണ്. ഇത് ഏറ്റവും വലിയ ഓർഡർ ബുക്കാണ് കമ്പനിയെ സംബന്ധിച്ചിട്ട്. മൊത്തം നോക്കുകയാണെങ്കിൽ ഏകദേശം 64,495 കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് 2025 മാർച്ച് 31 വരെയുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞത് 2025 മാത്രം 25,000 കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് കമ്പനിക്ക് കിട്ടിയത്. മൊത്തം 64,495 കോടി രൂപ ഓർഡർ ബുക്ക് ഈ കമ്പനിക്കുണ്ട്. ഇൻ്റർനാഷണൽ ഓർഡർ ഏകദേശം 41% ഇൻ്റർനാഷണൽ ഓർഡറാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ അഭിപ്രായ പ്രകാരം ഇതിൻ്റെ മെജോറിറ്റി ഓഫ് ദ ഓർഡർ ബുക്കും നോക്കിക്കഴിഞ്ഞാൽ ഹൈ മാർജിൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പല പ്രൊജക്റ്റുകളാണ്. ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് കമ്പനി പ്രൊജക്റ്റുകളായിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ബിൽഡിങ്സ്, ഫാക്ടറീസ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഓർഡറുകളാണ്. 2,732 കോടി രൂപയുടെ ഓർഡറുകളാണ് 2026 ഇതുവരെ, അതായത് ഈ സാമ്പത്തിക വർഷം തുടങ്ങിയിട്ട് ഏകദേശം 2 മാസമായി കഴിഞ്ഞു. ഏപ്രിൽ, മെയ്, ജൂൺ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നു. 2,372 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ ഈ വർഷവും തുടങ്ങിയിട്ട് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ കമ്പനി ഇതിൻ്റെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പല പ്രൊജക്റ്റുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള പ്രൊജക്റ്റ് മാത്രമല്ല, കൺസ്ട്രക്ഷൻ മാത്രമല്ല, പലതരത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ 26,000 കോടി രൂപയുടെ ഓർഡർ ബുക്ക് ടു 26,000 മുതൽ 28,000 വരെ കോടി രൂപയുടെ ഓർഡർ ബുക്ക് 2026 കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ 20% റവന്യൂ ഗ്രോത്ത് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നു. പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ മാർജിൻ ഏകദേശം 4.5% മുതൽ 4.75%. ഏകദേശം ഒരു 100 ബേസിസ് പോയിൻ്റ് ഉയർച്ച 2025 അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പനി മാർജിനിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ ഫോക്കസ് സ്വാഭാവികമായിട്ടും ലാർജ് EPC പ്രൊജക്റ്റുകളാണ്. ഗ്ലോബൽ റീച്ചാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവരുടെ CapExന് ആവശ്യത്തിനുള്ള, അതായത് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള പണം ഇവർ ചെയ്യുന്നുണ്ട്. അതും ഒരു പുതിയ പ്രൊജക്റ്റുകൾ കിട്ടാനുള്ള ഒരു കാര്യമായിട്ട് കമ്പനി മാനേജ്മെൻറ്റ് കാണുന്നു. 2026 കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ അഭിപ്രായ പ്രകാരം സ്ട്രോങ് ബിസിനസ് വിസിബിലിറ്റിയാണ് കമ്പനി ഇന്ത്യക്കകത്തും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അവരുടെ റവന്യൂ ഗ്രോത്ത് ട്രജക്ടറി ഇമ്പ്രൂവ് ആവാൻ സാധ്യതയുണ്ട്. സ്ട്രോങ് ഓർഡർ ബുക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നെറ്റ് ഡെറ്റ് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കുറവ് നിലവാരത്തിലാണ്. 1,953 കോടി രൂപയുടെ ഡെറ്റാണുള്ളത് 2025 കണക്കടിച്ച് നോക്കുമ്പോൾ. വർക്കിംഗ് ക്യാപിറ്റൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് വളരെ സ്ട്രോങ് ആണ്. QIP വഴി അവർ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കുന്ന സമയത്ത്
കാര്യമായിട്ട് അവർ ചെയ്തിരിക്കുന്നത് വിദ്യാഞ്ചൽ എക്സ്പ്രസ് ഹൈവേ, അതുപോലെ തന്നെ ഇൻവെൻട്രി, ഇൻഡോർ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകളൊക്കെ തന്നെ വിറ്റിട്ട് കാശ് വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ തന്നെ ബാലൻസ് ഷീറ്റിനെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ, മാർച്ചിൽ അവസാനിച്ച Q4 കമ്പനി ഏകദേശം 18% റവന്യൂ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. 5971 കോടി രൂപയുടെ റവന്യൂ. ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിരുന്നു, 7.6%. ഇബിറ്റ ഗ്രോത്ത് ഏകദേശം 19%, 452 കോടി രൂപ. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ 29% വർധനം, അതായത് 169 കോടി രൂപയുടെ പാറ്റ് കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ എല്ലാ ആംഗിളിലും നോക്കുന്ന സമയത്തും വളരെ സ്ട്രോങ് ആണ്. ഇന്ത്യയിലും പുറത്തുമൊക്കെ തന്നെ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് വളരെ സ്ട്രോങ് ആയിട്ടൊരു പ്രസൻസ് ഉണ്ട്. അവരുടെ എൻ്റർപ്രൈസസ് വാല്യൂ സൂപ്പറാണ്. സോളാർ EPC പ്രൊജക്റ്റുകൾ, ഡാറ്റാ സെൻറ്റേഴ്സ്, അങ്ങനെയൊക്കെ തന്നെ എല്ലാ വൈഡ് വെറൈറ്റി പ്രൊജക്റ്റുകളും ഈ നമ്മൾ LNT അനലൈസ് ചെയ്യുമ്പോൾ LNT കുറച്ചുകൂടി ഭീമനാണ്. LNTയേക്കാൾ ആ ഒരു രംഗത്തേക്ക് വരാൻ പറ്റുന്ന ഒരു കമ്പനി എന്ന് പറയാം. സോ സ്ട്രോങ് ബാലൻസ് ഷീറ്റാണ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് സ്ട്രോങ് ആണ്. വാല്യൂഷൻ നോക്കിക്കഴിഞ്ഞാലും ഏകദേശം 1300-1400, 10 to ഒരു 1350, 1400 എന്നൊക്കെ പറഞ്ഞ റേഞ്ച് വരാൻ പറ്റുന്നൊരു സംഭവമുള്ളതാണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ ഏകദേശം 3.01 ആണ്. 2026 ബുക്ക് വാല്യൂ ഏകദേശം 434 രൂപയാണ് വരുന്നത്. സോ എനിക്ക് തോന്നുന്നു EPC രംഗത്ത് ഉള്ള ഒരു കമ്പനി ഒരു ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ട് പറയുകയാണെങ്കിൽ കൽപ്പത്തൊരു പ്രോജക്റ്റ് ഇവരുടെ IPO വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സബ്സിഡിയുടെ IPO വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ ആയിരിക്കും കൽപ്പത്തൊരു പ്രൊജക്ട്സ്. പക്ഷേ ആലോചിക്കുക, വാർ സിറ്റുവേഷൻ ഉണ്ട്, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക, ഡിപ്സിൽ വരുമ്പോൾ പതുക്കെ വാങ്ങി തുടങ്ങുക. അല്ലാതെ പെട്ടെന്ന് പോയി വാങ്ങി ഈ ഒരു കറക്ഷൻ മാർക്കറ്റ് ഷോർട്ട് ടേമിൽ വോളറ്റൈലാണ്, അതെപ്പോഴും മനസ്സിൽ ഓർമ്മിക്കുക. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് കമ്പനികൾ അക്യുമുലേറ്റ് ചെയ്യാനുള്ള സമയമായിട്ട് ഇതിനെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു. എല്ലാം പെട്ടെന്ന് തന്നെ തീർന്ന് സമാധാനം വരട്ടെ, മാർക്കറ്റ് തിരിച്ചു വരട്ടെ, എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.